ഹായ്, ഞാൻ ആർക്കിടെക്ട് സജിത് വട്ടപ്പാറ. സോളാർ വാട്ടർ ഹീറ്ററിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോളാർ വാട്ടർ ഹീറ്ററാണിത്. ഇത് ഏതിൻ്റെ വാട്ടർ ഹീറ്ററാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ വീഡിയോ കൂടി നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റാക്കോൾഡിൻ്റെ 200 ലിറ്റർ കപ്പാസിറ്റി ഉള്ള സോളാർ വാട്ടർ ഹീറ്ററാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്ക് വരുന്നുണ്ട്. ഇതിലാണ് നമ്മൾ വെള്ളം എല്ലാം, ഹോട്ടായിട്ടുള്ള വാട്ടറെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിനൊരു മെയിനായിട്ടുള്ളൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഈ ടാങ്കിനാണെങ്കിൽ ഒരു ഇൻലെറ്റ് പോയിൻറ്റും വരുന്നുണ്ട്, അങ്ങേ തലക്കിലൊരു ഔട്ട്ലെറ്റ് പോയിൻറ്റും വരുന്നുണ്ട്. പിന്നെ സോളാർ ഗ്ലാസ് ട്യൂബ്സാണ് വരുന്നത്. ഇതിൻ്റെ അകത്തൂടെ ഇപ്പോൾ വെള്ളം ഈ ഇൻലെറ്റിലൂടെ ടാങ്കിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഈ സോളാർ ഗ്ലാസ് ട്യൂബ്സിൻ്റെ അകത്തു നിന്നാണ് അതിലേക്ക് സൺലൈറ്റ് അടിച്ചിട്ടാണ് ഇതിൻ്റെ വെള്ളം എല്ലാം ചൂടാകുന്നത്. ഈ ചൂടായ വെള്ളം എല്ലാം 200 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ടാങ്കിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഇത് സ്റ്റോർഡ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ താഴെ ഏതെങ്കിലും നമ്മുടെ ഹോട്ട് വാട്ടറിൻ്റെ ടാപ്പ് നമ്മൾ തുറക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വെള്ളം അവിടെ കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ 200 ലിറ്റർ കപ്പാസിറ്റി ആണെങ്കിൽ എല്ലാ ദിവസവും നമുക്കിവിടെ 200 ലിറ്റർ വെള്ളം നമുക്ക് ഹോട്ട് വാട്ടർ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഈ സോളാർ വാട്ടർ ഹീറ്ററിനെക്കാട്ടിലും ഉയരത്തിലായിരിക്കണം നമ്മുടെ നോർമൽ വാട്ടർ ടാങ്ക്. ആ വാട്ടർ ടാങ്കിൽ നിന്നായിരിക്കും നമുക്ക് ഈ സോളാർ വാട്ടർ ഹീറ്ററിലേക്കുള്ള കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിലും ഉയരത്തിലാവുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം ഫ്രീ ആയിട്ട് എപ്പോഴും ഇതിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ ടാങ്കിൽ വെള്ളം എടുത്തോളം സമയം നമ്മുടെ ഈ താഴത്തെ ടാങ്കിലേക്കും ഈ ഗ്രാവിറ്റി മൂലം വെള്ളം എന്തായാലും വരും. അപ്പോൾ ഈ ടാങ്കിനെക്കാട്ടിലും ഉയരത്തിലായിരിക്കണം മറ്റേ ടാങ്ക് വരേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ സൗത്ത് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം ഈ സോളാർ വാട്ടർ ഹീറ്റർ എപ്പോഴും നമ്മൾ പൊസിഷൻ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ സൂര്യൻ വരുന്നത് കിഴക്കുന്ന് തെക്ക് ഭാഗത്ത് കൂടിയിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ തെക്ക് ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് പകൽ സമയം ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തെക്ക് ഭാഗത്തേക്ക് നമ്മൾ ഈ സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടും, മാക്സിമം ചൂട് അതിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ സോളാർ ഇതിൻ്റെ ടാങ്കിലേക്ക് വരുന്ന ഇൻലെറ്റിൻ്റെ അവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വാൽവ് കാണാം. നോൺ റിട്ടേണിങ് വാൽവ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലേക്ക് വരുന്ന വെള്ളം ഇതിൽ ചൂടായിട്ട് എപ്പോഴും ഈ ടാങ്കിലുണ്ടായിരിക്കും. അതിൽ നിന്ന് ആ ചൂടായിട്ടുള്ള വെള്ളം തിരിച്ച് ആ ലൈനിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോൺ റിട്ടേണിങ് വാൽവ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുന്നുള്ള ഇങ്ങോട്ടേക്ക് കടന്ന വെള്ളം പിന്നെ നമുക്ക് ഔട്ട്ലെറ്റിലൂടെ മാത്രമേ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഈ ടാങ്കിൻ്റെ ഇങ്ങേ എൻഡിലാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ഔട്ട്ലെറ്റ് വന്നിട്ട് അവിടുന്ന് താഴത്തോട്ടായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് പോകുന്നത്. ആ ഔട്ട്ലെറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്കായിട്ടൊരു എയർ വെൻറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നല്ലൊരു ഹൈറ്റിൽ ഒരു എയർ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് ഈ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഔട്ട്ലെറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ എയർ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉയരത്തിൽ എയർ വെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഇത്രയും ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വാട്ടർ ടാങ്ക് നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ നോർമൽ വാട്ടർ ടാങ്ക് ഇരിക്കുന്നത്. ആ നോർമൽ വാട്ടർ ടാങ്കിനെക്കാട്ടും ഉയരത്തിലായിരിക്കണം ഈ എയർ വെൻറ്റ് കൊടുക്കേണ്ടത്. കാരണം അതിനേക്കാളും താഴെയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ വാട്ടർ ടോപ്പിലാണെങ്കിൽ വെള്ളം ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എയർ വെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എയറൊക്കെ അതിലൂടെ എസ്കേപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ നമുക്ക് ഔട്ട്ലെറ്റിലൂടെ നമുക്ക് വെള്ളം കിട്ടുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്ററായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനുള്ള ഇപ്പോൾ ഒരു 33,000 നമുക്ക് ഈ സോളാർ വാട്ടർ ടാങ്കിന് സോളാർ വാട്ടർ ഹീറ്ററിന് നമുക്ക് റേറ്റ് ആയിട്ടുള്ളത്. ആ ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അതിൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇലക്ട്രിക്കൽ ചാർജാണ് അതിന് വരുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഓരോ മാസവും നമുക്ക് ഇലക്ട്രിക്കൽ ചാർജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ സോളാർ വാട്ടർ ഹീറ്ററിനാണെങ്കിൽ വൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ഇതിനെ എപ്പോഴും നമുക്ക് ചൂടുവെള്ളം കിട്ടിക്കൊണ്ടേയിരിക്കും.
ഇപ്പോൾ പലർക്കുള്ള ഒരു സംശയമാണ് നമുക്ക് മഴക്കാലത്തൊക്കെ നമുക്ക് ചൂടുവെള്ളം കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നമുക്ക് നന്നായിട്ട്, കാരണം എപ്പോഴും നമ്മുടെ നാട്ടിൽ മഴക്കാലമാണെങ്കിൽ തന്നെ നല്ല ഈ ഒരു ചൂട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ യൂസിനൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നുണ്ട്. ഇനി അതല്ല, നന്നായിട്ട് അല്ലാതെ തന്നെ ചൂടുവെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില മോഡലുകളിൽ ഈ സോളാർ വാട്ടർ ഹീറ്ററിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ മഴക്കാലത്ത് ഇപ്പോൾ വെയിൽ കുറവുള്ള സമയത്ത് നന്നായി ചൂടുവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ ഉപയോഗിച്ചും ഈ സോളാർ വാട്ടർ ഹീറ്റർ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചൂടുവെള്ളം കിട്ടും. കാരണം അതിന് സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്റർ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ഈ ഇലക്ട്രിക്കൽ വാട്ടർ ഹീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സോളാർ വാട്ടർ ഹീറ്റർ തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇൻസ്റ്റലേഷൻ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം.